അഗസ്ത്യ മുനിയുടെ നിർദ്ദേശപ്രകാരം ദുർമാർഗികളായി നടന്ന ശ്വേതനും നീലനും സത്മാർഗത്തിലേക്ക് വരുവാൻ തീരുമാനിച്ചു. അഗസ്ത്യ മുനിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇരുവരും തപസ്സനുഷ്ഠിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. അതിൽ ശ്വേതൻ ഇന്ന് ഈ ക്ഷേത്രം നിലകൊള്ളുന്ന അന്ന് കാടായിരുന്ന പ്രദേശം തപസ്സിനായി തിരഞ്ഞെടുക്കുകയും നീലൻ നീലേശ്വരത്ത് തപസ് ചെയ്യുകയും ചെയ്തു. ശ്വേതൻ തപസ് ചെയ്തപ്പോൾ അഗസ്ത്യമുനി ശ്രീരാമഭക്തനായിരുന്നതുകൊണ്ട് ശ്രീരാമന് ആദിത്യമന്ത്രം ഓതിക്കൊടുത്ത മുനി ആയതുകൊണ്ട് തന്നെ അഗസ്ത്യമുനിയുടെ ഉപദേശത്താൽ തപസ്വി ആയതിനാൽ സ്വാഭാവികമായും ശ്രീരാമഭക്തനായി മാറി. ശ്വേതൻ അങ്ങനെ ഖരവധത്തെ ആസ്പദമാക്കി അതേ ഭാവത്തിൽ ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ശ്വേതൻ തപസ് ചെയ്ത ഭൂമിയിലുണ്ടായി വന്ന ക്ഷേത്രമാണ് പിന്നീട് തിരുവങ്ങാട് രാമസ്വാമി ക്ഷേത്രമായി മാറിയത്. ഇന്ന് നാം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ കരിങ്കല്ലിൽ തീർത്ത കവാടത്തിന് മുകളിലായി ശ്രീരാമ പട്ടാഭിഷേകം കാണുവാനാകും. ആ ഐശ്വര്യത്തെ കണ്ടുകൊണ്ടാണ് നാം തിരുവങ്ങാട് എത്തുക. ശ്വേതമുനി തപസ് ചെയ്തിരുന്നത് കൊണ്ട് ഇത് ശ്വേതാരണ്യപുരം എന്നാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ശ്വേതം എന്ന വാക്കിന് വെളുപ്പ് എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. ശ്വേതാരണ്യപുരം എന്ന സംസ്കൃത പദം മലയാളീകരിക്കുമ്പോൾ തിരുവെൺകാട് ആയി മാറും. തിരുവെൺകാട് എന്ന പ്രയോഗമാണ് പിന്നീട് തിരുവങ്ങാടായി മാറിയത്. തലശ്ശേരിയിലെ തിരുവങ്ങാട് ശ്രീ രാമസ്വാമി ക്ഷേത്രഭൂമിയിൽ എത്തിയ നാം ക്ഷേത്ര ഐതിഹ്യത്തെയും ക്ഷേത്ര കാഴ്ചകളെയും കണ്ട് വിശ്വാസങ്ങളെയും കണ്ട് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുകയാണ്. ബലിക്കൽപുരയിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. വലിയ ബലിക്കൽ. ഈ ബലിക്കല്ലിലാണ് AD 826 ക്ഷേത്രത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ സൂചനയുള്ളത്. ഇന്നും നമുക്ക് നോക്കിയാൽ ആ വട്ടെഴുത്ത് ലിപി ഇവിടെ കാണുവാനാകും. ഖരവധത്തിന് ശേഷം നിൽക്കുന്ന ഭാവത്തോടു കൂടിയുള്ള ശ്രീരാമ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രം. അതിമനോഹരമാണ് ഈ നമസ്കാര മണ്ഡപം. നമസ്കാര മണ്ഡപത്തിൻ്റെ മുകൾ തട്ടിലെ ദാരുശില്പങ്ങളെല്ലാം കാലപ്പഴക്കം കൊണ്ട് കറുത്ത നിറത്തിലായി പോയി എങ്കിലും ആ കറുത്ത നിറത്തിൽ പോലും പൂർണ്ണതയുടെ അംശങ്ങൾ പൂർണ്ണരൂപങ്ങൾ നമുക്ക് കാണുവാനാകും. രാമായണ കഥയുടെ മുഴുവൻ സന്ദർഭങ്ങളും ഇവിടെ ദാരുശില്പങ്ങളായുണ്ട്. വൃദ്ധ ബ്രാഹ്മണ വേഷത്തിൽ ഹനുമാനും പറന്നു പോകുന്ന ജടായുവും അങ്ങനെ മനോഹരമാണ് നമസ്കാര മണ്ഡപം. ചിത്രങ്ങൾ, അതായത് പല നിറത്തിലുള്ള തൂണുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് ഈ നമസ്കാര മണ്ഡപത്തിന്. ഒരുപക്ഷെ രാമസ്വാമി ക്ഷേത്രത്തിലെ അതിപ്രധാനമായ കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ഈ നമസ്കാര മണ്ഡപം. തിരുവങ്ങാട് രാമസ്വാമി ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് ഉള്ളിലേക്ക് വന്ന നാം അതിമനോഹരമായ ദിവ്യമായ നമസ്കാര മണ്ഡപം കണ്ടു കഴിഞ്ഞ് ശ്രീകോവിലേക്ക് കയറുവാനുള്ള സോപാനത്തിന് മുന്നിലാണ് ഇപ്പോൾ. ഇവിടെ നിന്ന് നോക്കിയാൽ ശ്രീകോവിൽ, മനോഹരമായ ശ്രീകോവിൽ നമുക്ക് കാണുവാനാകും. നമസ്കാര മണ്ഡപത്തിൽ ഉത്സവ നാളുകളിലുമൊക്കെ മേൽശാന്തിയും തന്ത്രിയും ദണ്ഡ നമസ്കാരം ചെയ്യുകയും പ്രത്യേക പൂജാവിധികളോടുകൂടിയും ശുദ്ധമായും തന്നെ നമസ്കാര മണ്ഡപത്തെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇവിടേക്ക് എത്തുന്ന അനേക ലക്ഷം ഭക്തർക്ക് ആശ്രയവും അഭയം അരുളുന്ന ശ്രീരാമൻ വസിക്കുന്ന ശ്രീകോവിലിന് തീർച്ചയായും അതിദിവ്യത്വം ഉണ്ടാകുമല്ലോ. ശ്രീകോവിലിൻ്റെ വാതിൽ ശുദ്ധമായ തടിയിൽ തീർത്തിട്ടുള്ളതാണ്. മണികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ചിത്രപ്പണികളുള്ള ശ്രീകോവിൽ വാതിലാണ് ഇത്. സോപാനമാകട്ടെ 5 പടികളുള്ള, പ്രത്യേകിച്ചും കരിങ്കല്ലിൽ തീർത്ത, പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തതാണ്. ഈ സോപാനത്തിൻ്റെ ഇരുവശങ്ങളിലുമായുള്ള സങ്കല്പങ്ങൾക്കുമുണ്ട് പ്രത്യേകതകൾ. സോപാനമേറിക്കഴിഞ്ഞാൽ അടുത്ത ശ്രീകോവിലേക്ക് അതായത് 30 അടി അകലെയായാണ് വിഗ്രഹം നിലകൊള്ളുന്നത്. അത്ര ദൂരം, അതായത് അത്ര വലിയതാണ് ഈ ഗർഭഗൃഹം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 30 അടി അകലെയായി ഭഗവാൻ കുടികൊള്ളുമ്പോൾ ഭഗവാൻ കേശകിരീടങ്ങൾ ചാർത്തി പ്രത്യേക ഭാവത്തിൽ ഏറ്റവും, അതായത് കോദണ്ഡ വില്ല് കയ്യിലേന്തിയ ഭഗവാൻ യുദ്ധം കഴിഞ്ഞ ഭാവത്തിൽ ഗദ താഴേക്ക് ഊന്നി അഭയഹസ്തവുമായാണ് നിലകൊള്ളുന്നത്. ഗദ താഴേക്ക് തലകുനിച്ച് പിടിച്ചാൽ അതിനർത്ഥം യുദ്ധം കഴിഞ്ഞു എന്നാണ്. ഖരാസുരനെ വധിച്ചതിന് ശേഷമുള്ള ഭാവത്തിലാണ് ഇവിടെ താപസ്വി ശ്വേതൻ എന്ന മുനി ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്ന് ഐതിഹ്യകഥയിൽ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് ഭഗവാൻ ഇവിടെ ചതുർബാഹുവായ വിഷ്ണു രൂപത്തിൽ അഭയഹസ്തത്തോടു കൂടി ആശ്രയിക്കുന്ന ഭാവത്തിൽ നിലകൊള്ളുന്നത്. എല്ലാവരെയും ആശ്രയിക്കുന്നവർക്കെല്ലാം അഭയമരുളുന്ന ഭാവത്തിൽ. ശ്രീകോവിലിൻ്റെ ഈ ചൈതന്യത്തെ വർണ്ണിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി പറയേണ്ടതുണ്ട്. ഗർഭഗൃഹത്തിൽ ശ്രീകോവിലിൻ്റെ മുഖമണ്ഡപത്തിന് അകത്തായി ഭഗവാന്റെ പാദദാസനായി ഹനുമാനുണ്ട് എന്നതാണ് സവിശേഷത. അങ്ങനെ പടികൾ കയറി ആശ്രയിക്കുന്നവർക്കെല്ലാം അഭയമേകുന്ന ഭഗവാൻ വാഴുന്ന ശ്രീകോവിലിന് മുന്നിലെത്തുവാനാകുന്നത്
യഥാർത്ഥത്തിൽ സുകൃതം തന്നെയാണ്. നാം നിൽക്കുന്നത് വനശാസ്താവിന് മുന്നിലാണ്. പിച്ചകത്തറ ശാസ്താവ് എന്നാണ് ഈ ശാസ്താവിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണുവാനാകും പിച്ചകത്തറയുടെ ചുവട്ടിലായാണ് വിഗ്രഹം നിലകൊള്ളുന്നത് എന്ന്. പ്രത്യേക ശക്തിവിശേഷമാണ് വനശാസ്താവിന് കൽപ്പിച്ചു പോരുന്നത്. ഇവിടെ ശാസ്താവിന് മുന്നിൽ എള്ളുതിരികൾ കത്തിക്കുന്നത് ഉത്തമം. പിച്ചകത്തറ, അതായത് കേരളത്തിൽ പണ്ട് മുതൽക്ക് തന്നെ അയ്യപ്പൻ കാവുകളും ശാസ്താ കാവുകളും ഉണ്ടായിരുന്ന കാലത്ത് തന്നെ മഴയും വെയിലും ഏറ്റ് ഇരിക്കുവാൻ, അതായത് പ്രകൃതിയുടെ പഞ്ചമോപചാരങ്ങളും ഏറ്റിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഗ്രഹങ്ങളായിരുന്നു അയ്യപ്പ വിഗ്രഹങ്ങൾ. അതിന് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ പിച്ചകത്തറ ശാസ്താവ് കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ചൈതന്യവും തേവാരമൂർത്തികളുമുണ്ട്. മഹാവിഷ്ണു ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹമാണ് എങ്കിൽ തേവാരമൂർത്തികളാകട്ടെ പല കാലത്തായി ഇവിടെ വന്ന വിഗ്രഹങ്ങളാണ്. അതാണ് പറഞ്ഞത്, കോട്ടയം രാജാക്കന്മാർ ഇവിടെ അഭയം പ്രാപിച്ചിരുന്ന കാലത്ത് ചിലപ്പോൾ അവർ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നതോ അതല്ലെങ്കിൽ പടയോട്ട കാലത്ത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് സംരക്ഷണ ഉദ്ദേശത്തോടു കൂടി ഇവിടെ കൊണ്ടുവന്നതോ ആകണം ഈ വിഗ്രഹം. നമസ്കാര മണ്ഡപത്തിൽ പ്രത്യേകം തീർത്ത മരക്കൂടിനുള്ളിലാണ് അമ്മ വസിക്കുന്നത്, പോർക്കലിയായി. പോർക്കലി സങ്കല്പം ആദ്യകാലത്ത് ശ്രീരാമ ഭഗവാൻ മാത്രമാണത്രേ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഒരിക്കൽ പൂജാരിയും ക്ഷേത്രത്തിൻ്റെ മേളക്കാരനും തമ്മിലൊരു ചെറിയ തർക്കമുണ്ടായി. മേളക്കാരൻ ദേവി ഭക്തനാണ്. തികഞ്ഞ ദേവി ഭക്തനായിരുന്ന അയാൾ ഞാൻ മേളം വായിച്ചാൽ ദേവിയെ ഇവിടേക്ക് കൊണ്ടുവരുവാനാകുമെന്ന് പറഞ്ഞു അത്രേ. ഈ സമയത്ത് പൂജാരി ഒന്ന് വെല്ലുവിളിച്ചു, അങ്ങനെ ദേവി ഇവിടെ എത്തുകയാണെങ്കിൽ ദേവിക്ക് ഞാൻ നിവേദ്യമൊരുക്കാമെന്ന്. മേളക്കാരൻ തികഞ്ഞ ഭക്തിയോടെ മേളം വായിക്കാൻ തുടങ്ങുകയും അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദേവിയുടെ ചിലമ്പൊലി ഇവിടെയാകെ മുഴങ്ങിക്കേൾക്കുകയും ചെയ്തു. ഭയഭക്തി ബഹുമാനത്തോടു കൂടി പൂജാരി അപ്പോൾ പെട്ടെന്ന് നൈവേദ്യമൊരുക്കാനാകാത്തതിനാൽ അരി തന്നെ ദേവിക്ക് ഇട്ട് പ്രത്യേകിച്ച് നൈവേദ്യമൊരുക്കി പൂജ നൽകുകയും ദേവിയെ ഇവിടെ കുടിയിരുത്തുകയും ചെയ്തു. ഇന്നും അങ്ങനെ തന്നെ അരി കൊണ്ടാണ് ദേവിക്ക് പ്രത്യേക വഴിപാടുകൾ നടത്താറുള്ളത്. അമ്മ സങ്കല്പം, ദേവീ സങ്കല്പം അനുഗ്രഹമാകുന്ന ക്ഷേത്രം.